ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ചു നോക്കിയാലോ. പ്രാർത്ഥന വളരെ ലളിതമായി മാറും. ഒന്നും പ്രാർത്ഥിക്കാനില്ലാത്ത അവസ്ഥയാണ് പ്രാർത്ഥനയുടെ ഒരു ഉയർന്ന തലം. നീ നിൻ്റെ ഉത്കണ്ഠകളെല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക. നിനക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് ദൈവമാണല്ലോ അറിയുന്നത്. അപ്പോൾ നിനക്ക് ദൈവത്തോട് അത് തരണമേ, ഇത് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നുകയില്ല. ഒന്നും പ്രാർത്ഥിക്കാനില്ലാത്ത അവസ്ഥയാണ് പ്രാർത്ഥനയുടെ ഉന്നത തലങ്ങളിൽ ഒന്ന് എന്നത് പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവനയാണ്. പ്രാർത്ഥനയെ വെറും യാചനാ പ്രാർത്ഥനയായി മാത്രം മനസ്സിലാക്കുന്നവർക്കാണ് ഇങ്ങനെ തോന്നുക. എന്നാൽ പ്രാർത്ഥനയിൽ ആരാധനയും നന്ദിയും സ്തുതിയും ഉൾപ്പെടുത്തി മനസ്സിലാക്കിയാൽ, ഒറ്റ വാക്കിൽ സ്നേഹമായി മനസ്സിലാക്കിയാൽ തീർച്ചയായും പ്രാർത്ഥിക്കാനായി നമുക്ക് ധാരാളം കാര്യങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തിൽ നിന്ന് ഈശോയെ അങ്ങനെ കാത്തുകൊള്ളണമേ, ശേഷമെല്ലാം ഞാൻ സഹിച്ചുകൊള്ളാം എന്നുള്ളത്. ഓക്കെ, താങ്ക് യു, ബൈ.